RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വേൾഡ് കപ്പ് ഡ്രോനെ കുറിച്ചാണ്. അതെ, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫുട്ബോൾ പ്രേമികൾ ഒന്നടക്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2026 വേൾഡ് കപ്പിന് ഡ്രോ നടക്കാൻ പോകുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:30 UAE സമയം 9 മണിക്കാണ്. അപ്പൊ എല്ലാ ഫുട്ബോൾ പ്രേമികളും കാത്തിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ടീം ഏത് പോർട്ടിലാണ് വരിക, ഏത് ടീമുകളെയാണ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ മത്സരിക്കാൻ ഇടയാവാന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ അതിനെല്ലാവരും കാതോർത്തിരിക്കുകയാണ്. അപ്പോ റെഹാൻ, എവിടെ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്? ആരൊക്കെയാണ് ഇതിന്റെ കോർഡിനേഷൻ ചെയ്യുന്നത്? ഈ പരിപാടി നോക്കുകയാണെങ്കിൽ USA നടക്കുന്നത്. USA വാഷിംഗ്ടൺ DC നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രസ്റ്റീജിയസ് ജോൺ എഫ് കെനഡി സെന്റർ ഓഫ് പെർഫോമിംഗ് ആർട്സിൽ അവിടെയാണ് നടക്കുന്നത്. അപ്പോ ഇന്നത്തെ ഈ ഡ്രോയ്ക്ക് വേണ്ടിയിട്ട് ആരൊക്കെയാണ് ഈ ഡ്രോ ഹോസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? ഈ ഹോസ്റ്റ് ചെയ്യണ മെയിൻ ആളായിട്ട് റിയോ ഫെർഡിനാൻഡ്, ഇംഗ്ലണ്ട് താരം. പിന്നെ സ്മിത ജോൺസൺ കോ ഹോസ്റ്റ് ആയിട്ട് സ്മിത ജോൺസൺ ഉണ്ട്. പിന്നെ റെഡ് കാർപ്പറ്റ് ഹോസ്റ്റ് ആയിട്ട് നമ്മളെ എലി മാനിങ് ഉണ്ട്. പിന്നെ ഡ്രോ അസിസ്റ്റന്റ്മാരായിട്ട് ടോം ബ്രേഡി ഉണ്ട്, വൈൻ ഗ്രിഡ്സി ഉണ്ട്, ആറോൺ ജഡ്ജ് ഉണ്ട്. പിന്നെ നമ്മൾ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയ ഷാക്ക് ഓനെൽ ഉണ്ട്. അപ്പോ ഇതൊക്കെയാണ് നാളത്തെ ഹോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നടക്കാൻ പോകുന്നത്. അതേപോലെ നാളെ നടക്കാൻ പോകുന്ന ഈ ഡ്രോയിൽ 48 ടീമുകളാണ് പങ്കെടുക്കുന്നത്. അപ്പോ ഇനിയും 6 ടീമുകൾ പ്ലേ ഓഫ്സ് കളിക്കാണ്ട്. എന്താ പറഞ്ഞാല് UEFA ക്വാളിഫൈ, അതുപോലെ കോണ്ടിനെന്റലിൽ നിന്നും വരാനുണ്ട്. അപ്പോ ഇതും കൂടി വന്നു കഴിഞ്ഞാലാണ് ശരിക്കും ഉള്ള ഒരു ഫിക്ചർ ആവുള്ളൂ. നാളത്തെ ഇതിൽ നമുക്ക് നോക്കാന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഈ ടീമുകളൊക്കെ സെലക്ട് ആവും എന്നിരുന്നാലും, പക്ഷെ ആ ഒരു 6 ടീമുകൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെ മരണ ഗ്രൂപ്പിലാണ് വരിക എന്ന് പറയുന്നത്. നോർവേ ഉണ്ട്, ഇറ്റലി ഉണ്ട്, ഗാന ഉണ്ട്. ഇവരൊക്കെ ഏതെങ്കിലും മരണ ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി 2 ടീം നല്ല ടീം ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഇവരും കൂടി വരികയാണെങ്കിൽ ഭയങ്കര കട്ടൊക്കെ ആവും. അപ്പോ 48 ടീമുകളിലെ 12 ഗ്രൂപ്പുകളായിട്ടാണ് ഒരു ഗ്രൂപ്പിൽ 4 ടീം വരും. അതേപോലെ തന്നെ നാളത്തെ പോർട്ട് ഡ്രോയിൽ നോക്കുകയാണെന്ന് പറഞ്ഞാൽ 4 പോർട്ടുകളിൽ ഒരു പോർട്ടിൽ 12 ടീമുകളാണ്. 12 ടീമുകളാകുമ്പോൾ 4 പോർട്ടിൽ പറഞ്ഞാൽ 48 ടീമുകളായി. ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ഡ്രോയില് 4 പോർട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ഒരു പോർട്ടിൽ 12 ടീമുകളാണ്. അപ്പൊ നമുക്ക് ഇത് ഏതൊക്കെയാ പോർട്ടുകൾ? ആദ്യമായിട്ട് നമുക്ക് ഒരു പോർട്ട് 1 നോക്കാം അല്ലെ? പോർട്ട് 1 നോക്കുകയാണെങ്കിൽ കാനഡ, മെക്സിക്കോ, USA ഇവര് 3 പേരും ഹോസ്റ്റ് കൺട്രീസ് ആയിട്ട് കയറിയത്. പിന്നെ നോക്കുകയാണെങ്കിൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ആദ്യത്തെ ടോപ്പ് 9 ടീമുകളാണ്. വേൾഡ് കപ്പ് ക്വാളിഫയറിലല്ല, വേൾഡ് കപ്പ് റാങ്കിങ് അവസാന മാസം നടന്ന റാങ്കിങ്ങിൽ ഏറ്റവും ടോപ്പിലുള്ള 9 ടീമുകൾ. അപ്പൊ അതിൽ നോക്കുകയാണെങ്കിൽ സ്പെയിൻ, അർജന്റീന, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ബ്രസീൽ, പോർച്ചുഗൽ, നെതർലാൻഡ്, ബെൽജിയം, ജർമ്മനി. അപ്പോ ഈ പോർട്ടില് ഒരു പ്രത്യേകതയുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഒരു യോജിപ്പില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാല് ഈ ഹോസ്റ്റ് കൺട്രി ആയിട്ട് 3 എണ്ണത്തിനെയും എടുത്ത് ഈ ഒരു പോർട്ടിൽ ഇട്ടത്. എനിക്ക് തോന്നുന്നു ABC 3 ഇതിലായിട്ട് അവർക്ക് നറുക്കെടുപ്പിലൂടെ കൊടുക്കായിരുന്നു. ഇതിപ്പോ അവരാണ് ഗ്രൂപ്പിലേക്ക് ഏതെങ്കിലും മത്സരങ്ങളിലായിട്ട് യോഗ്യത നേടി ചാമ്പ്യന്മാരാവണമെങ്കിൽ അവർ നേരിട്ട് അടുത്ത റൗണ്ടിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് അതിനോട് ചെറിയൊരു വിയോജിപ്പുണ്ട്. ഹോസ്റ്റ് കൺട്രീസ് ആയ 3 ടീമിനെയും ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയത്. ബാക്കി ഫിഫ റാങ്കിങ്ങിലൊക്കെ ഈ 3 കൺട്രികൾ പറഞ്ഞാൽ ഒരുപാട് പുറകിലെ കിടക്കുന്നത്. അപ്പൊ അതിനേക്കാളും താഴെയുള്ള ക്രൊയേഷ്യ പോലുള്ള ടീമുകൾ അടുത്ത ഇതിലാണ് കിടക്കുന്നത്. അപ്പോ ഈ ഒരു ഒന്നാമത്തെ പ്ലോട്ടിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. എന്താ അറിയാം? ആ പ്രത്യേകത എന്താ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 4 ടീമുകൾ സ്പെയിൻ, അർജന്റീന, ഫ്രാൻസ്, ഇംഗ്ലണ്ട് ഇവര് 4 പേരും ഏകദേശം ഒരിക്കലും ഏറ്റുമുട്ടില്ല. അങ്ങനെയല്ല, ശരിക്കും എന്താന്ന് പറഞ്ഞാല് ഒന്നാം സ്ഥാനക്കാരായ സ്പെയിനും അർജന്റീനയും തമ്മിൽ ഫൈനൽ വരെ ഏറ്റുമുട്ടില്ല. അതേപോലെ 2ാം സ്ഥാനത്ത് 3ാം സ്ഥാനത്തും 4ാം സ്ഥാനത്തുള്ള ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലും സെമി ഫൈനൽ വരെ. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്, ഇവര് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അടുത്ത റൗണ്ടിലേക്ക് കടക്കണം. അപ്പോ പോർട്ട് 2ലേക്ക് വരികയാണെങ്കിൽ ക്രൊയേഷ്യ, മൊറോക്കോ, കൊളംബിയ, ഉറുഗ്വ, സ്വിറ്റ്സർലാൻഡ്, ജപ്പാൻ, സെനഗൽ, ഇറാൻ, സൗത്ത് കൊറിയ, ഇക്വഡോർ, ഓസ്ട്രിയ, ഓസ്ട്രേലിയ ഇത്തരം ടീമുകളാണ് പോർട്ട് 2 എന്ന് വന്നിട്ടുള്ളത്. അടുത്ത പോർട്ട് 3 നോക്കുകയാണെങ്കിൽ നോർവേ, പനമ, ഈജിപ്ത്, അൾജീരിയ, സ്കോട്ട്ലാൻഡ്, പരഗ്വേ, തുനീഷ്യ, ഐവറി കോസ്റ്റ്, ഉസ്ബെക്കിസ്ഥാൻ, സൗദി അറേബ്യ ആൻഡ് ഖത്താർ, സൗത്ത് ആഫ്രിക്ക. അപ്പൊ ആ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ കുറെ പുതിയ ടീമുണ്ട്. പാകിസ്ഥാന് പുതിയതായിട്ട് വരുന്നതാണ്. അതേപോലെ നമ്മുടെ ടുണീഷ്യ ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്നതാണ്. അതേപോലെ ഖത്തർ രണ്ടാമത്തെ വേൾഡ് കപ്പാണ്. പനാമ കളിക്കുന്നുണ്ട്. അങ്ങനെ കുറെ ഇതുള്ള, അതേപോലെ നോർവേ ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. നോർവേ ഒക്കെ അതിൽ നിന്നുണ്ട്. അപ്പോ പോർട്ട് 4 അവസാനത്തെ പോർട്ടായ പോർട്ട് 4ലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കുരാക്കോ ഉണ്ട്, ജോർദാൻ ഉണ്ട്, കേപ്പ് വെർഡി ഉണ്ട്, ഗാന ഉണ്ട്, ഹേത്തി ഉണ്ട്, ന്യൂസിലാൻഡ് ഉണ്ട്. ഇത് പറഞ്ഞാല് ഈ കേപ്പ് വെർഡിയും അതേപോലെ ഗാനയും ആ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ ഹേത്തിയൊക്കെ എന്ന് പറഞ്ഞാല് ഒരുപാട് യാതനകളൊക്കെ അനുഭവിച്ച് വേൾഡ് കപ്പിൽ വന്ന രാജ്യങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മളൊക്കെ ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ പോയി കാണാൻ നോക്കാം. പിന്നെ
4 ടീമുകൾ എന്ന് പറഞ്ഞാൽ UEFA ക്വാളിഫൈ നേടിയിട്ട് വരുന്ന 4 ടീമുകളാണ്. അതിൽ ഇറ്റലിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത നോക്കുകയാണെങ്കിൽ 2 ടീമുകൾ കോൺഫറൻസ് ലീഗിൽ നിന്ന് അവിടെ നിന്ന് വരാനുണ്ട്. അപ്പൊ ഇങ്ങനെ 6 ടീമുകളാണ് യോഗ്യം നേടാനുള്ളത്. ഇപ്പോ 48 മത്സരങ്ങൾ കഴിയുമ്പോൾ എന്താന്ന് പറഞ്ഞാല് എങ്ങനെ അടുത്ത റൗണ്ട് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മുമ്പ് വേൾഡ് കപ്പിലേക്ക് വന്നാൽ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ പ്രീ ക്വാർട്ടർ സെമി ഫൈനല് അതോടെ കഴിഞ്ഞ പരിപാടി. അപ്പൊ 104 മത്സരങ്ങൾ ഇങ്ങനെ മൊത്തം വരുന്നുണ്ട്. വേൾഡ് കപ്പ് കഴിയുമ്പോഴേക്കും 104 മത്സരങ്ങൾ വരുന്നുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ 24 ടീമുകൾ, അത് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഈ 2 ടീമുകൾ വെച്ച് നേരിട്ട് യോഗ്യം നേടും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അതാണ് കളി കഴിഞ്ഞിട്ട്. ഇപ്പോ ഫസ്റ്റ് റൗണ്ട് മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റും സെക്കൻഡ് ടീമുകൾ നേരിട്ട് യോഗ്യം നേടും അടുത്ത റൗണ്ടിലേക്ക്. അപ്പോ 24 ടീമുകളായി. ബാക്കിയുള്ള 8 ടീമുകള് 3ാം സ്ഥാനക്കാർ, ഏറ്റവും നല്ല മികച്ച 3ാം സ്ഥാനക്കാരുള്ള 8 ടീമുകൾ കയറി അങ്ങനെ 32 ടീമുകളായിട്ട് അടുത്ത റൗണ്ട് മത്സരം. അതിനുശേഷം പ്രീ ക്വാർട്ടർ സെമി ഫൈനല്. അപ്പോ ശേഷം നമുക്ക് കുറച്ച് വേൾഡ് കപ്പ് മത്സരങ്ങളിൽ ഫൈനലിൽ വിന്നേഴ്സ് ആയ ടീം ഏത് ഗ്രൂപ്പിലാണ് വന്നിട്ടുള്ളത്, ആ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2002 ബ്രസീൽ വിജയിച്ച വേൾഡ് കപ്പ്, ബ്രസീൽ അവസാനമായിട്ട് വേൾഡ് കപ്പ് എടുത്ത വർഷം അവർക്ക് ഗ്രൂപ്പിൽ കിട്ടിയത് ബ്രസീൽ, തുർക്കി, ക്രൊയേഷ്യ, ചൈന. ഇവര് 4 ടീമുകളായിരുന്നു ഗ്രൂപ്പ് റൗണ്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2006 നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഇ എന്ന് ഇറ്റാലി ജയിച്ചു, ഗാന, ചെക്ക് റിപ്പബ്ലിക്, USA-ക്കെതിരെ. അതെ, അതിനുശേഷം നമ്മുടെ സ്പെയിൻ 2010 വിജയിച്ചപ്പോ സ്പെയിനും ചിലിയും സ്വിറ്റ്സർലാൻഡും ഹോണ്ടുറാസും ഇവര് 4 ടീമുകളായിരുന്നു ഉണ്ടായിരുന്നത്. 2014 നോക്കുകയാണെങ്കിൽ ജർമ്മനി ഗ്രൂപ്പ് ജിയിലായിരുന്നു, USA, പോർച്ചുഗൽ, ഗാന കടത്തിയിട്ട്. ഓക്കെ, അടുത്ത 2018 ഫ്രാൻസ് നേടിയ വേൾഡ് കപ്പ്. അതില് ഫ്രാൻസിന് ഡെൻമാർക്ക്, പെറു, ഓസ്ട്രിയ ഇവര് 4 ടീമുകളായതുകൊണ്ട് നല്ല ശക്തമായ ഒരു ടീം തന്നെയായിരുന്നു. അടുത്ത ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് 2022 വേൾഡ് കപ്പ് നോക്കുകയാണെങ്കിൽ അർജന്റീന റൂക്കിയ വേൾഡ് കപ്പിൽ പോളണ്ട്, മെക്സിക്കോ, സൗദി അറേബ്യ ഈ 3 ടീമുകളായിരുന്നു അർജന്റീനക്കെതിരെ കളിച്ചത്. അതെ, അതില് അർജന്റീനയെ ഒരു കളിയിൽ സൗദി പരാജയപ്പെടുത്തിയിട്ടാണ് ചരിത്രപരമായ നേട്ടം അർജന്റീന. ഇതേപോലെ ഒരു സിറ്റുവേഷൻ 2010 സ്പെയിനുണ്ടായിരുന്നു. സ്പെയിൻ ഫസ്റ്റ് കളിയിൽ പരാജയപ്പെട്ടിട്ടാണ് പിന്നെ ആ വേൾഡ് കപ്പ് അവസാനമായിട്ട് അവർ തൂക്കുന്നത്. 2010 വേൾഡ് കപ്പിനും അതേപോലെ ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ള കാര്യം ഓർപ്പെടുത്താണ്. അപ്പൊ ഉപ്പച്ചി ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ കുറച്ച് പേർക്ക് ഇത് അങ്ങോട്ട് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അപ്പൊ ഒന്ന് എക്സാമ്പിൾ കാണിച്ചു കൊടുത്തത് നിങ്ങൾ. അതെ, പോർട്ടുഗലിൽ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരേ ഭൂഖണ്ഡത്തിലുള്ള ഓരോ ടീമുകൾ, ഇപ്പോ ബ്രസീലിൽ നിന്നാണെങ്കിൽ അർജന്റീനയും നമ്മുടെ ബ്രസീലും ഒരേ പോട്ട് 1ൽ കിടക്കുകയാണെങ്കിൽ രണ്ടാമത്തെ പോട്ടിലുണ്ടാവും ഉറുഗ്വേയും ഇവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവര് പോട്ടുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാൻ പോകുന്നില്ല. അപ്പോ നിങ്ങളൊരു ചോദ്യം ചോദിക്കുക, അപ്പൊ യൂറോപ്പിൽ എന്തായിരിക്കും അവസ്ഥ? യൂറോപ്പില് 2ൽ കൂടുതൽ ടീമുകൾ ഉണ്ടാവില്ല. 2 ടീമുകൾ ഒരേ ഗ്രൂപ്പിൽ വരും. എന്ന് പറഞ്ഞാൽ അവിടുന്ന് 16 ടീമുകൾ യോഗ്യം നേടുന്നുണ്ട്. അപ്പോ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഇപ്പോ ഉറുഗ്വേയും ബ്രസീലും അതേപോലെ ഉറുഗ്വേയും അർജന്റീനയും അങ്ങനത്തെ വേൾഡ് കപ്പ് റാങ്കിങ്ങിൽ മുന്നിലുള്ള ടീമുകൾ തമ്മിൽ മത്സരിക്കില്ല. അങ്ങനെ ഒരു സവിശേഷത കൂടി ഉണ്ട് ഇതിന്. അതേപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ പറയണം. നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രൂപ്പിനെ കുറിച്ച് അറിയുകയാണെങ്കിൽ ഇപ്പോൾ സ്പെയിന്റെ കാര്യം നിന്ന് നോക്കാം. 1ാം സ്ഥാനത്തുള്ള സ്പെയിന്റെ കാര്യം നിന്ന് നോക്കാം. സ്പെയിനിന് ചിലപ്പോൾ കിട്ടാൻ പോകുന്നത് ഓസ്ട്രേലിയയും പനാമയും ന്യൂസിലാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ കൊളംബിയയും അതിൽ നോർവേയും ഗാന ആയിരിക്കും. ഇങ്ങനെ ഒരു ഇതാണ് വരാൻ പറ്റുക. അത് 2ാമത്തെ വരികയെന്ന് പറഞ്ഞാൽ ടൈറ്റ് ആണ്. ഗാനയും അതേപോലെ കൊളംബിയയും നോർവേ എന്ന് പറഞ്ഞാൽ അത് മരണ ഗ്രൂപ്പ് എന്ന് പറയാവുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു കൺസെപ്റ്റ്. ഇതിനനുസരിച്ചാണ് നാളത്തെ ഓരോ ടീമുകളുടെ വരിക. അപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീമുകൾക്ക് ഏത് ടീമാണ് ഗ്രൂപ്പിൽ വരേണ്ടത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ ഈ വേൾഡ് കപ്പ് ആര് സ്വന്തമാക്കുന്നുള്ളത് എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്താ റൈഹാന്റെ അഭിപ്രായം? ഈ സീസണിൽ നിങ്ങൾ അർജന്റീന തന്നെ എടുക്കോ? അപ്പൊ മറ്റുള്ള ടീമുകളൊക്കെ ഒരുപാട് ടീമുകളുണ്ട്. പോലെ ഫ്രാൻസ് കട്ട ഫോമിലാണ്, പോർച്ചുഗൽ കട്ട ഫോമിലാണ്, സ്പെയിന് നല്ല കട്ട ഫോമിലാണ്. ഒരുപാട് ടീമുകളുണ്ട് പ്രാവശ്യം. നോർവേയും വരുന്നുണ്ട്. അതെ, അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ജർമ്മനി നമുക്ക് പോർട്ടിൽ വന്നിട്ട് 2 പ്രാവശ്യം ഫസ്റ്റ് തന്നെ ഔട്ടായതാണ്. അപ്പൊ ഈ സീസണിൽ ഈ വേൾഡ് കപ്പിൽ ജർമ്മനിന്റെ എന്തായിരിക്കും ജർമ്മനി അത്ര ഫോമിലല്ല ഇപ്പൊ കളിക്കുന്നത്. പക്ഷെ മിന്നു ഫോമിൽ വന്നിട്ടാണ് ജർമ്മനി ഫസ്റ്റ് റൗണ്ടിൽ 2 വേൾഡ് കപ്പിലും പുറത്തായിട്ടുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് നാളത്തെ ഡ്രോനെ കുറിച്ച് പറയാനുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എല്ലാവരും നമ്മുടെ നാളെ ഇടുന്ന ലൈവിൽ എല്ലാവരും പങ്കെടുക്കാൻ നോക്കുക. നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നാളെ ഇന്ത്യൻ സമയം 10:30 മണിക്കാണ് സ്റ്റാർട്ട് ആവുന്നത്. US സമയം 9 മണിക്കും. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളായ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക.